പെരിന്തൽമണ്ണ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഷോപ്പിംഗ് അനുഭവങ്ങളും ആഘോഷരാവുകളും സമ്മാനിച്ച് വെഡ്സ് ഇന്ത്യ. ഹൈറ്റൻ ടവറിൽ 50,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 3 നിലകളിലാണ് വെഡ്സ് ഇന്ത്യ വിസ്മയം. അതിഗംഭീരമായിരുന്നു വെഡ്സ് ഇന്ത്യ മാൾ ഓഫ് വെഡ്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ. ഓരോ തലമുറയ്ക്കും ഏറ്റവും അനുയോജ്യമായ ബ്രൈഡൽ കളക്ഷനും ഫാമിലി ഫാഷൻ വസ്ത്രങ്ങളുമെല്ലാം വെഡ്സ് ഇന്ത്യ അവതരിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെയും ചോയ്സിനുള്ളത് ഇവിടെ ഉണ്ട്. നമ്മളൊരു ഫാമിലി ആയിട്ട് വന്നാൽ എല്ലാവർക്കും, കുഞ്ഞുങ്ങൾ തൊട്ടല്ലേ സർ, വലിയവർക്ക് വേണ്ടിയുള്ളത് എല്ലാം നിങ്ങൾ ഇങ്ങ് പാക്കേജ് ആയിട്ട് വന്നാൽ മതി. ബാക്കിയുള്ള എല്ലാം ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അതാണ് വെഡ്സ് ഇന്ത്യ. വസ്ത്രവ്യാപാര രംഗത്ത് പാരമ്പര്യ തനിമയിലും പുതുമയുടെ പ്രൗഢിയിലും വെഡ്സ് ഇന്ത്യ പെരിന്തൽമണ്ണയിൽ അവതരിപ്പിച്ചു. വെഡ്ഡിംഗ് കളക്ഷൻസ് മുതൽ കാഷ്വൽ വെയർ, ആക്സസറീസ്, കിഡ്സ് വെയർ, സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ തുടങ്ങി എല്ലാവർക്കും തിരഞ്ഞെടുക്കാവുന്ന വസ്ത്രങ്ങൾ പ്രത്യേകം സെക്ഷനുകളാക്കി ഒരുക്കിയിരിക്കുന്നു. ഹൈറ്റൻ ടവറിൽ 50,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഷോപ്പിംഗ് വിസ്മയം. വെഡ്സ് ഇന്ത്യയുടെ ഉദ്ഘാടനം ചരിത്രം കുറിച്ചു. ദിവസങ്ങൾ നീണ്ട ഇത്രയും ഗംഭീരമായ ഉദ്ഘാടന പരിപാടികൾ പെരിന്തൽമണ്ണ മുമ്പെങ്ങും കണ്ടിട്ടില്ല. പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നജീബ് കാന്തപുരം MLA പെരിന്തൽമണ്ണ വെഡ്സ് ഇന്ത്യ മാൾ ഓഫ് വെഡ്സ് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ഒരു ദുബായ് ആണ്. കേരളത്തിന്റെ ദുബായ് എന്നാണ് പെരിന്തൽമണ്ണയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക. കാരണം ഈ ഒരു നാടിന്റെ ഒരു പ്രത്യേകത അതാണ്. തീർച്ചയായിട്ടും വെഡ്സ് ഇന്ത്യനെ പെരിന്തൽമണ്ണയുടെ ബ്രാൻഡായിട്ടായിരിക്കും ലോകത്തിന് മുമ്പിൽ അറിയപ്പെടാൻ പോകുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ, രാഹുൽ ഈശ്വർ, അൻസാരി സുഹരി, അൽ മജ്നൂനി അദ്നാൻ നാസർ, പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വെഡിങ് ഡെസ്റ്റിനേഷൻ എന്നുള്ള ഐഡിയ ഏറ്റവും പ്രോമിനൻ്റായി കേരളത്തിൽ വെഡ്സ് ഇന്ത്യയാണ് ഒരു പക്ഷേ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തരം വിവാഹത്തിന് വേണ്ട ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ എന്ന രീതിയിൽ വെഡ്സ് ഇന്ത്യ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇൻ കേരളയാണ്, വൺ ഓഫ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് ഇൻ കേരളയാണ്. മലബാർ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് 50,000 സ്ക്വയർ ഫീറ്റിലധികമുള്ള ഈ മാമത്ത് ആയിട്ടുള്ള ഒരു വെഡിങ് ഡെസ്റ്റിനേഷനിലേക്ക് എല്ലാവർക്കും തീർച്ചയായും വരണം. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. ദേ ഹാവ് അറേഞ്ച്ഡ് ഇറ്റ് സോ വെൽ. ഓൾ ദി ബെസ്റ്റ്. ആദ്യ വിൽപ്പന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. 4 സഹോദരങ്ങളാണ് വെഡ്സ് ഇന്ത്യ വസ്ത്രവ്യാപാര സാമ്രാജ്യത്തിന്റെ അമരത്ത്. പുതുവസ്ത്രങ്ങൾ ഏറ്റവും ഗുണമേന്മയിലും സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാക്കുമെന്ന് മാനേജിംഗ് പാർട്ണർമാരായ അസറുദ്ദീൻ, അൻവർ സാദിഖ്, അൻസാർ നസറുദ്ദീൻ, അൽ അമീൻ എന്നിവർ പറഞ്ഞു. പ്രധാനമായിട്ട് വെഡിങ് നമുക്കിപ്പം 800 രൂപ മുതൽ സ്റ്റാർട്ടിങ് ലെഹങ്ക ഉണ്ട്. നമുക്കിപ്പോൾ ഒരു റെൻ്റർ എടുക്കാൻ പോകണമെങ്കിൽ തന്നെ ഒരു 2,000 രൂപ 3,000 രൂപ കൊടുത്ത് റെൻ്റർ എടുക്കണം. ഇത് നമുക്ക് 890-900 രൂപ മുതൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ആ പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയും ഞങ്ങൾക്ക്. അപ്പോൾ റെൻ്റിൽ എടുക്കുന്ന പൈസ അത്ര പോലും വരുന്നില്ല. അപ്പോൾ എത്ര ലോ ലെവലിൽ എത്ര ഹൈ ലെവലിൽ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ ലോ ലെവൽ ഹൈ ലെവൽ എല്ലാ രീതിയിലും നമ്മൾ ആ ഒരു പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഗ്രാൻഡ് ഓപ്പണിംഗിന്റെ ഭാഗമായി അരങ്ങേറിയ കലാപരിപാടികൾ നഗരത്തെ ആഘോഷരാവാക്കി മാറ്റി. മെഗാ ലോഞ്ചിങ്ങിന്റെയും ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെയും ഭാഗമായി ലക്ഷങ്ങളുടെ ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ വമ്പൻ സമ്മാനങ്ങൾ നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന വർണ്ണാഭമായ ആഘോഷ പരിപാടികളിൽ പ്രിയ ഗായകർ വേദിയിലെത്തി. നിരവധി ആളുകളാണ് ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കാളികളായത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സറിഞ്ഞാണ് ഇവിടെ 4 ഡയറക്ടേഴ്സ് ഉണ്ട്. 4 പേരും നിന്ന് അതിനോടൊപ്പം സഞ്ചരിക്കുന്നത്. സോ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. ഒരേ ഒരു നെയിം ഇസ് ഗോയിങ് ടു ബി വെഡ്സ് ഇന്ത്യ.